കാക്കിയിടാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ അടുത്ത വർഷം വരാൻ പോകുന്ന എല്ലാ ഫോഴ്സ് പരീക്ഷകൾക്കും ഒന്നിച്ച് തയ്യാറെടുക്കാനായിട്ട് ഒരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ സ്റ്റഡി പ്ലാൻ. നമുക്കറിയാം നമ്മുടെ കേരള PSC +2 ലെവലായി നടത്തുന്ന ഫോഴ്സ് ലെവൽ പരീക്ഷകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ 10th ലെവലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയും നടത്തി വരുന്നുണ്ട്. അപ്പോൾ +2 ലെവലിൽ നടക്കുന്നത് നമുക്കറിയാം CPO, WCPO, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്, നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട്, വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെയിലും ഫീമെയിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ SSLC യോഗ്യതയായിട്ട് വരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് ലെവൽ പരീക്ഷകളുടെ ഒക്കെ സിലബസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ സിമിലാരിറ്റീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒന്നിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഈ ഫോഴ്സ് ലെവൽ പരീക്ഷകളോട് ഒരുപാട് താല്പര്യമുള്ളവരുണ്ടായിരിക്കും. എനിക്കൊന്ന് ആ യൂണിഫോം പോസ്റ്റിൽ കയറണം, എനിക്ക് ആ യൂണിഫോം ഒന്ന് ഇടണം, അത് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം, അതൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് പേര് അല്ലേ. പണ്ട് CID മൂസയിലൊക്കെ നമ്മൾ ആ ഒരു ദിലീപിനെയൊക്കെ പോലൊക്കെ അങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. SI ആയാലേ ജീവിതം റെഡി ആവുള്ളൂ എന്ന് വിചാരിക്കുന്നത് പോലെ ഒരു കാക്കി ഇടുന്ന അല്ലെങ്കിൽ പോലീസ് യൂണിഫോമിൽ ജീവിതം മുന്നോട്ട് പോയാലേ റെഡി ആവുള്ളൂ എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ വിചാരിക്കും Day 1 ഇന്നത് പഠിക്കണം, Day 2 ഇന്നത് പഠിക്കണം എന്നിങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം ഇപ്പം ഞാനൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ Day 1 ഇന്നത് പഠിക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ടൈമിനും നിങ്ങളുടെ ആ ഒരു ഗ്രാസ്പിംഗ് പവറിനും അത് പറ്റി എന്ന് വരത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കത്തില്ല ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവച്ച് തരുന്നത്. അതൊക്കെ നമുക്കൊരു ഇനീഷ്യൽ ബ്ലോക്കറായിട്ട് വരാനുള്ള ആ ഒരു തടസ്സമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ്, വളരെ സ്മൂത്ത് ആണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സിലബസിന് ഇങ്ങനെ ഒരു ടൈം ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ സിലബസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റഡി ടൈം ടേബിളിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്കും എല്ലാ PSC പരീക്ഷകൾ എന്ന പോലെ തന്നെ 100 മാർക്കിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഫോഴ്സ് ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും 20 മാർക്കിന് ഏതാണോ ആ പോസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും ആയിരിക്കും. ഇപ്പോൾ CPOയും WCPOയും ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് BNSഉം BNSSഉം ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണെങ്കിൽ വനം, വന്യജീവി സംരക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ വിവരാവകാശ നിയമവും IT ആക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വിവരാവകാശ നിയമം, IT ആക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഫോഴ്സ് ലെവലിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമ്മൾ നോക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ കേസിൽ വരികയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത് തീപിടുത്തം അല്ലെങ്കിൽ തീ അണയ്ക്കുന്നതിനുള്ള സാങ്കേതികത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കമ്പഷൻ, തീ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, തീപിടുത്തം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്ധനങ്ങളെ പറ്റിയിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ്. കുറച്ചുകൂടെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പോർഷൻസ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. ഇനി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കാണും. പക്ഷേ ഈ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനെ നമ്മളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 80 മാർക്ക് മെജോറിറ്റി വരുന്ന ഭാഗവും എല്ലാ എക്സാമുകൾക്കും സെയിം ആണ്. ഈ ഫോഴ്സ് ലെവൽ എക്സാംസിനൊക്കെ സെയിം ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒറ്റ പഠനം കൊണ്ട് നമുക്ക് ഇതിനെല്ലാത്തിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ സിലബസ് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനമാണ്, GK ആണ്. അപ്പോൾ ഈ GKയുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും എക്കണോമിക്സും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും സയൻസ് വിഷയങ്ങളും ഒക്കെ വരുന്ന കേരള ഗവേണൻസും ആർട്ട്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ഇതൊക്കെ വരുന്നത് നമ്മുടെ GKയുടെ ഉള്ളിലാണ്. അതിനുശേഷം 10 മാർക്കിന് ആനുകാലികങ്ങൾ നമുക്ക് ചോദ്യമായിട്ട് വരുന്നുണ്ട്. കറണ്ട് അഫെയർ പ്രത്യേകം ഒരു 10 മാർക്കിൻ്റെ വിഭാഗമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് മാത്സും മെൻ്റൽ എബിലിറ്റി ആണ്. അവിടെ നിന്നും ഒരു 10 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യമുണ്ട്. പ്രാദേശിക ഭാഷ നമുക്ക് മലയാളമാണ്, മലയാളത്തിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യമുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ ആ ഒരു സിലബസ് ഫോഴ്സ് ലെവൽ എക്സാംസിനായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന വ്യത്യാസം എന്തെന്നാണ്
ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ 100 മാർക്കിന്റെ സിലബസിനെ എങ്ങനെ എഫക്റ്റീവായിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ആക്കി മാറ്റാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിളിൽ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ 5 മാസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. 5 മാസം 150 ദിവസം. 5 മാസം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ 5 മാസം കൊണ്ടൊക്കെയാണോ തീർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 ദിവസം. ഒരു മാസം 30 ദിവസം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 150 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടൈം ടേബിൾ എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 മാസങ്ങൾ 150 ദിവസമാണ്, അതായത് ഏകദേശം 20 ആഴ്ചകളാണ് നമുക്ക് കിട്ടുക. ഈ 20 ആഴ്ചകൾ, ഈ 5 മാസത്തിൽ നമുക്ക് കിട്ടുന്നത് 150 ദിവസങ്ങളാണ്. ഈ 150 ദിവസങ്ങളെ നമ്മൾ ആഴ്ച കണക്കിൽ, നമ്മൾ ആഴ്ചകൾ വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്ര ആഴ്ചകൾ കൊണ്ട് ഇത്ര സബ്ജക്റ്റുകൾ കവർ ചെയ്യും എന്നുള്ള രീതിയിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, 20 ആഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യും? 20 ആഴ്ചകൾ പഠിക്കാനായിട്ട് എടുക്കും. ഈ 20 ആഴ്ചകളെ ഞാനൊരു 5 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുക, 5 ഫേസുകൾ. ഈ ഓരോ ഫേസുകളിലും നിങ്ങൾ ഓരോരോ പഠനത്തിൻ്റെ ഓരോരോ ലെവലുകളിലേക്കായിരിക്കും പോകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 5 ഫേസുകൾ എന്ന് പറയുമ്പോൾ പഠിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, റിവിഷനും അതിനോടൊപ്പം തന്നെ പോകുന്നുണ്ട്. PYQ പ്രാക്ടീസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫലത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നവംബറിലാണ് നിൽക്കുന്നത്. നവംബറിൽ നമ്മൾ പഠനം, ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം നിങ്ങൾ പഠനം ആരംഭിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മാർച്ചിൽ പഠിച്ചു കഴിയും. നവംബറിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ മാർച്ചിൽ പഠിച്ചു കഴിയും. നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPOയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസംബറിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെ പോയാലും മാർച്ചിന് ശേഷമായിരിക്കും എക്സാം വരുന്നത്. സോ നമ്മൾ മാർച്ചിൽ പഠിച്ചു കഴിയും. പിന്നീട് നമുക്ക് കിട്ടുന്ന എക്സാം വരെ കിട്ടുന്ന സമയമൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. കോർ കോൺസെപ്റ്റ് എല്ലാം നമ്മൾ അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ 5 ഘട്ടങ്ങൾ. ഏതൊക്കെയാണ് 5 ഘട്ടങ്ങൾ? എത്ര ആഴ്ചകളാണ് ഓരോ ഘട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഘട്ടം, ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഫൗണ്ടേഷൻ ആണ്. നമ്മളിപ്പോൾ ഈ വീടൊക്കെ പണിയുന്നത് പോലെ അടിത്തറ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫേസ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അതുവരെ പഠിക്കാണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിൽ ഉഴപ്പ് കാണിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠനം ആരംഭിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറ്റും? ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പഠനം പാതി വഴിയിൽ വെച്ച് നിർത്താനും അല്ലെങ്കിൽ ഉഴപ്പി മാറാനും ഒക്കെയുള്ള ഒരുപാട് സാധ്യതകൾ ഈ ഒരു ഫേസിലാണ് വരുന്നത്. സോ ആ ട്രാക്ക് പിടിക്കേണ്ടത്, പഠനത്തിന്റെ ട്രാക്ക് പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് കരുതി തന്നെ വേണം പോകാനായിട്ട്. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരാഴ്ച മുതൽ 4 ആഴ്ച വരെയാണ്. ആദ്യത്തെ 4 ആഴ്ചകൾ. ഓക്കെ, ആദ്യത്തെ 4 ആഴ്ചകൾ, അതായത് ഏകദേശം ഒരു മാസത്തോളം വരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഹിസ്റ്ററിക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം, കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ ഫോക്കസ് കൊടുക്കണം, എക്കണോമിക്സിന് നമ്മൾ ഫോക്കസ് കൊടുക്കണം. ഈ 3 സബ്ജക്റ്റുകളെ ആയിരിക്കണം ആദ്യത്തെ 4 ആഴ്ചകൾ, അതായത് ഏകദേശം ഒരു മാസം. നമ്മുടെ 5 മാസത്തിൽ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ആർക്കാണ്? ഇവർക്ക് 3 പേർക്കുമാണ്. ഹിസ്റ്ററിക്കും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സിനുമാണ്. ക്ലിയർ അല്ലേടാ? ഈ 3 സബ്ജക്റ്റുകളെ, ഹിസ്റ്ററിയിൽ കേരള, ഇന്ത്യ, വേൾഡ്, പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്. ഇത് ഒരു മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ പരീക്ഷയുടെ തലേന്നുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു മാസത്തെ ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന നമ്മളോടാണ് ആദ്യത്തെ ഒരു മാസം കൊണ്ട് ഈ 3 സബ്ജക്റ്റ് പഠിക്കാവോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ നിസ്സാരമായിട്ട് സാധിക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സ് വെച്ചാൽ. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. നമുക്ക് ഡീവിയേറ്റ് ആയി പോകാൻ, നമ്മുടെ മനസ്സ് ഡീവിയേറ്റ് ആയി പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഡീവിയേറ്റ് ആവുന്ന എവിടേക്കെയാ? ഒന്ന് സോഷ്യൽ മീഡിയ ആണ് അല്ലേ. നമുക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നോട്ടിഫിക്കേഷൻ കേൾക്കുന്ന ഒരു സമയത്ത് എന്ത് പറ്റും? ഫോണൊന്ന് എടുത്തു വെച്ച് നോക്കണമെന്ന് തോന്നും. സോ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്തേക്കുക? മാറ്റി വെച്ചേക്കുക. ആദ്യം നിങ്ങൾ പഠിക്കാൻ കയറുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കും. അപ്പോൾ അങ്ങനെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള
ആപ്പുകളെല്ലാം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ മാറ്റി വെച്ചാലും നമ്മൾ എന്ത് ചെയ്യും, ഒന്നും പറ്റിയില്ലെങ്കിൽ ഫ്ലിപ്കാർട്ടും ആമസോണും എങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ അതൊക്കെ തൽക്കാലത്തേക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. സോ ഫോണിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകാറുള്ളത്. സോ അങ്ങനെയുള്ള ഡീവിയേഷൻസ് ഒക്കെ കുറച്ച് കുറയ്ക്കേണ്ട ഒരു സമയമാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൻ്റെ ട്രാക്കിലായി എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഈ 3 സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സിലബസ് എടുത്ത് വെച്ച് സിലബസ് അനുസരിച്ച് തന്നെ ഇത് പഠിച്ചു പോവുക. അടുത്തത് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് ആണ്. രണ്ടാം ഘട്ടത്തിൽ കോർ കോൺസെപ്റ്റ് ആണ് നമ്മൾ ആ ഒരു ഫേസിനെ വിളിക്കുന്നത് കോർ കോൺസെപ്റ്റ് എന്നാണ്. അതായത് അടുത്ത ഒരു 3 ആഴ്ചകൾ, 5ാമത്തെ ആഴ്ച തൊട്ട് 8ാമത്തെ ആഴ്ച വരെ വരുന്ന ഒരു സമയം, ഏകദേശം അതൊരു 3-4 ആഴ്ചകളോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഫേസ് 2ൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജിയോഗ്രഫിക്കും അതുപോലെ കേരള ഗവേണൻസിനും ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ഇത്രയും കാര്യങ്ങൾക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വരും, സിലബസിൽ ഒരുപാടുണ്ടല്ലോ, ഇതെല്ലാം കൂടി ഈ പറയുന്ന 3-4 ആഴ്ചകൾ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? നിസ്സാരമായിട്ട് പറ്റും, വേണമെന്ന് വിചാരിച്ചാൽ. ഒറ്റ കാര്യം ആലോചിക്കുക, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിലബസിനെ മൊത്തം ഈ 100 മാർക്കിന്റെ സിലബസിനെ 1 മാസം കൊണ്ട് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 സബ്ജക്റ്റിനെ മാത്രം 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ടോ പഠിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ നമ്മൾ പഠിക്കേണ്ട ഏതൊക്കെ സബ്ജക്റ്റ് ആണ്? ജിയോഗ്രഫിയും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവേണൻസും ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്നുള്ളതുമാണെന്ന് മനസ്സിലാക്കുക. അതിൽ ഈ ആർട്സിലും സ്പോർട്സിലും കൾച്ചറിലും ലിറ്ററേച്ചറിലും ഒക്കെ കറണ്ട് അഫെയറിനെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നുള്ള കറണ്ട് അഫെയറുകളൊക്കെ എക്സാംസിന് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഫേസ് അതാണ്. ഇനി തേർഡ് ഫേസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തേർഡ് ഫേസിൽ സയൻസ് ആൻഡ് റീസണിങ് എന്നാണ് നമ്മൾ ആ ഫേസിന് പേര് കൊടുക്കുന്നത്. അവിടെ 9ാമത്തെ ആഴ്ച തൊട്ട് 12ാമത്തെ ആഴ്ച വരെ, അതും ഒരു 3 ആഴ്ച വരുന്നുണ്ട്. ഈ 3 ആഴ്ചകളിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പബ്ലിക് ഹെൽത്തും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, അതായത് സയൻസിനും മാത്സിനുമാണ് നമ്മൾ അടുത്ത ആഴ്ചകളിൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ 3ാം ഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് സയൻസിനും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്കാണ്. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവർക്ക് ഈ ഒരു സമയം പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ സയൻസ് സബ്ജക്റ്റുകളായിട്ട് വലിയ ബന്ധമില്ലാത്ത, അതിനോടൊക്കെ കുറച്ച് വിമുഖത ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കുറച്ചുകൂടി വളരെ പതുക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസിൽ സയൻസിനെ മാത്സിനെയും ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ഒരുപാട് ആവശ്യമുള്ള 2 സബ്ജക്റ്റുകളാണിത്. തിയററ്റിക്കൽ ബേസ് മാത്രമല്ല ഇവിടെ വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്, പ്രാക്ടിക്കൽ നോളജ് കൂടി ഇവിടെ വേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സയൻസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത 3 ആഴ്ചകൾ, നമ്മുടെ 3ാം ഘട്ടത്തിലെ 3 ആഴ്ചകളിൽ നമ്മൾ സയൻസിനും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി 4ാമത്തെ സ്റ്റേജ്, 4ാമത്തെ ഘട്ടത്തിൽ, 4ാമത്തെ ഫേസിൽ നമ്മൾ ലാംഗ്വേജിനും കറണ്ട് അഫെയറിനും പ്രാധാന്യം കൊടുക്കുന്നു. അതിനോടൊപ്പം പ്രാക്ടീസ് എന്ന് പറയുന്നൊരു കാര്യം. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ PYQ പ്രാക്ടീസിനെയും മോക്ക് ടെസ്റ്റിനെയും തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 13 മുതൽ 16 വരെയുള്ള ആഴ്ചകളിൽ നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർ, അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളെയും PYQ സീരീസിനെയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതി തന്നെ പഠിക്കണം. മുൻ വർഷ ചോദ്യ പേപ്പറുകളെയും വിശകലനം ചെയ്യണം. സോ 4ാമത്തെ ഒരു ഘട്ടത്തിൽ, നമ്മുടെ ഒരു ഫേസ് 4ൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജിനെയും കറണ്ട് അഫെയറിനെയും അതുപോലെ തന്നെ നോക്കുന്നുണ്ട്. അതോടൊപ്പം മോക്ക് ടെസ്റ്റുകളും PYQസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുവരെ PSC നടത്തിയ ഇപ്പോൾ 2025 നമ്മൾ നിൽക്കുകയാണെങ്കിൽ 2025 വരെ നടത്തിയ എല്ലാ +2 ലെവൽ പരീക്ഷകളുടെയും അല്ലെങ്കിൽ എല്ലാ ഫോഴ്സ് ലെവൽ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യും. മോക്ക് ടെസ്റ്റുകൾ, അത് ടോപ്പിക് വൈസ്, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാസ്റ്റ് 1 ഇയറിൻ്റെ കറണ്ട് അഫെയർ നിങ്ങൾക്ക് മനപ്പാടായിരിക്കണം. കഴിഞ്ഞ 1 വർഷത്തെ കറണ്ട് അഫെയർ കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ
അതിന് മുൻപത്തെ ഒരു വർഷത്തെയും കൂടെ, ഒരു വർഷത്തെ നിങ്ങൾ പഠിക്കണം, അതിന് മുൻപുള്ള ഒരു 1 ഇയറിൻ്റെ കൂടി മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. ഇനി പിന്നെ അതിന് മുമ്പുള്ളതൊക്കെ നിങ്ങളിപ്പോൾ ഇയർ ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ PSC ബുള്ളറ്റിനോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് വെച്ചൊന്ന് വായിച്ച് പഠിച്ചാൽ മതി. ഇപ്പോൾ കറണ്ട് അഫെയറുകൾ പഠിക്കാൻ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് യൂട്യൂബിൽ ധാരാളം ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രിയിൽ തന്നെ ഡെയിലി കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് നമ്മുടെ ഡിഗ്രി ചാനലിൽ അർച്ചന മിസ്സിൻ്റെ ഡെയിലി കറണ്ട് അഫെയർ ലൈവ് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാമിൽ വീക്ക്ലി കറണ്ട് അഫെയർ ഓഡിയോ ക്ലാസ്സുകൾ അർച്ചന മിസ്സിൻ്റെ തന്നെ തരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് അന്വേഷിച്ച് പരതിയൊന്നും പോവുകയോ ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ട് അത് വായിക്കണോ ഇത് വായിക്കണോ നോക്കി കൺഫ്യൂസ്ഡ് ആവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ ലാസ്റ്റ് 1 ഇയറിൻ്റെ കറണ്ട് അഫെയർ എന്തായാലും നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ട് അറിയുന്നതായിരിക്കണം എന്ന് ഉറപ്പിച്ചു വെക്കുക കേട്ടോ. സോ മോക്ക് ടെസ്റ്റും PYQസും അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷും മലയാളം മറക്കല്ലേ. ഇംഗ്ലീഷിൻ്റെ 10 മാർക്കും മലയാളത്തിൻ്റെ 10 മാർക്കും 2 ലാംഗ്വേജുകളിലും ഗ്രാമറും വൊക്കാബുലറിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. രണ്ടും റാങ്ക് മേക്കിംഗ് ആണ്. മാത്സും ഇംഗ്ലീഷും മലയാളവുമാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. സോ അവിടെ കൂടുതൽ നമുക്ക് PYQസിനെ ആശ്രയിക്കാൻ പറ്റും. മാത്സിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ PYQ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ നമ്മുടെ 5ാമത്തെ ഘട്ടത്തിലേക്ക് എത്തി. 5ാം ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്യുന്നത്. ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? 5ാമത്തെ ഫേസിലാണ്. നമ്മുടെ 17ാമത് മുതൽ 20ാമത് വരെ വരുന്ന ആ ഒരു 3 ആഴ്ചകളിൽ നമ്മുടെ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്, അത് നമ്മൾ ആ ഒരു തസ്തിക അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 20 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ കവർ ചെയ്യും. പിന്നീട് നമുക്ക് എക്സാം വരെ കിട്ടുന്ന സമയം എന്ത് ചെയ്താൽ മതി, ഇതിനെ മുഴുവൻ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ സിലബസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന സമയം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക. നമ്മൾ വളരെ കൂളായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സമാധാനമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 5 ഘട്ടങ്ങൾ, 5 മാസങ്ങൾ, 5 ഘട്ടങ്ങൾ, 150 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇനി ഒരു സംശയമുണ്ട്, എന്നാലും ഞങ്ങൾ ഡെയിലി എങ്ങനെ പഠിക്കും? ഡെയിലി ഒരു 3 മണിക്കൂർ പോട്ടെ, ഒരു 4 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുമോ? ഒരു 4 മണിക്കൂർ ഡെയിലി പഠിക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ പുറത്ത് വേറെ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, ആരായിരുന്നാലും ശരി, ഒരു 4 മണിക്കൂർ, അത് അടുപ്പിച്ച് 4 മണിക്കൂർ വേണമെന്ന് പറയുന്നില്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ആയിട്ട് നിങ്ങളുടെ സമയം പോലെ ഒരു 4 മണിക്കൂർ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പറഞ്ഞ സിലബസിനെ നിങ്ങൾക്ക് കവർ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു സ്ട്രക്ചർ, നിങ്ങൾക്കൊരു ഡെയിലി സ്ട്രക്ചർ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു 150 ദിവസത്തെ ടൈം ടേബിളിനെ നിങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് ഡെയിലി ഈ ഒരു രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഡെയിലി CA നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ലാസ്റ്റ് 1 ഇയറിൻ്റെ CA പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവസാനത്തെ കഴിഞ്ഞ വർഷത്തെ CA പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫേസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡെയിലി CA അപ്ഡേറ്റ് ചെയ്ത് പോകണം. സോ എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർ, അന്നത്തെ ദിവസത്തെ കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. പ്ലസ് അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അടുത്തത് പിന്നെ ഒരു 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോർ സബ്ജക്റ്റ് പഠിക്കാൻ, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി, ഇന്ന ആഴ്ചയിൽ ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്, അത് പഠിക്കാനായിട്ട് തയ്യാറാവുക. പിന്നെ ഒരു മണിക്കൂർ റിവൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു 4 മണിക്കൂർ ഡെയിലി മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ 150 ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി 4 മണിക്കൂർ മതി. കോർ കോൺസെപ്റ്റ് പഠിക്കാൻ ഒരു 2 മണിക്കൂറും, CA പഠിക്കാനായിട്ട് ഒരു മണിക്കൂറും, റിവൈസ് ചെയ്യാനായിട്ട് 1 മണിക്കൂറും. ഇനിഷ്യലി നമുക്ക് ഈ 2 മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട്, കോർ കോൺസെപ്റ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. പക്ഷേ ഗ്രാജുവലി നമ്മൾ ആ ട്രാക്കിലെത്തുമല്ലോ, നേരത്തെ പറഞ്ഞ ട്രാക്ക്, ആ ട്രാക്കിലെത്തിക്കഴിയുമ്പോഴത്തേക്കും അത് സെറ്റായിട്ട് വരുന്നതായിരിക്കും. സോ ഡെയിലി 4 മണിക്കൂർ ഉണ്ടെങ്കിൽ, ഡെയിലി 4 മണിക്കൂർ 150 ദിവസങ്ങൾ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അങ്ങനെ മാറ്റി വെച്ചാൽ അടുത്ത വർഷം ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമുക്കറിയാം CPOയുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റുകൾ ഓരോരോ ജില്ലകളിൽ നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ
നിങ്ങളിൽ പലരും ചിലപ്പോൾ എഴുതിയിട്ട് ആ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ടാകും. ഇനി അതിൽ കയറിയിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിലായി ഉള്ളവരുണ്ടാകും. അപ്പോൾ നിരാശ ബാധിച്ചവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, നിരാശ ബാധിച്ച ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ജീവിതം അങ്ങനെ തീർന്നു പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തീർന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കണം, വിജയം നേടുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കണം അല്ലേ. മുയൽ ഉറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണോ ആമ ജയിച്ചത്? അല്ല, പിന്നെയോ ആമ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ പ്രയത്നിച്ചത് കൊണ്ടുകൂടാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ 150 ദിവസങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഈ 150 മാത്രമല്ല, വരാനിരിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും എങ്ങനെ വേണമെന്ന് വിനിയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് സ്പോയിൽ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി നമ്മളാണ്. അതിൽ മികവുണ്ടാക്കിയാലും അതിൻ്റെ ഉത്തരവാദി, അതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. സോ ഏത് വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അടുത്ത വർഷം അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കാക്കിയിട്ട് അന്തസ്സോട് കൂടിയിട്ട് ഒരു ഗവൺമെൻറ് ജോലി നേടാനായിട്ട് നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. നിങ്ങൾക്ക് എന്തുവിധ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഉത്തരങ്ങളൊക്കെ നൽകാനായിട്ട് ഞാനുണ്ടാകും. സോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്